അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ നാം എല്ലാവരും ഇൽമു പഠിക്കുന്നവരാണ്. ആ ഇൽമുമായി ബന്ധപ്പെട്ട് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഉപദേശം. മഹാന്മാർ പറയുന്നു, അൽ ഇൽമു സലാസത്തു അഷ്ബാരി. ഇൽമു പഠിക്കുന്നവർ 3 രീതിയിലാണ്. ഒന്നാമത്തത് മൻ ദഖല ശിബ്റൽ. ഒന്നാമത്തെ ആള് എന്ന് പറഞ്ഞാൽ ആദ്യം അവൻ ഇൽമു പഠിക്കുമ്പോൾ, ആദ്യം ഇൽമിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ, കുറച്ചൊക്കെ അവന് ഇൽമു കിട്ടുമ്പോൾ അവൻ്റെ സ്വഭാവം ഏത് രീതി എന്ന് പറഞ്ഞാൽ തകബ്ബറ, വലിയ കിബറനായിരിക്കും. കാരണം കുറച്ചൊക്കെ ഇൽമു അവന് കിട്ടിയപ്പോൾ ഞാനൊരു സംഭവമാണ്, എന്നെ പോലത്തെ ഒരു ഇൽമുള്ളവൻ ഇല്ല എന്ന തോന്നൽ അവൻ്റെ കൂട്ടുകാരുടെയും അവൻ്റെ കുടുംബക്കാരുടെയും അവനുമായി ബന്ധപ്പെട്ടവരെയും അവൻ വലിയൊരു കിബരനായിരിക്കുമെന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ചിന്തനീയമായ ഒരു വാക്കാണ്. അത് പലപ്പോഴും നമ്മൾ അങ്ങനെ ആയി പോവുകയാണ്. കുറച്ചൊക്കെ എവിടെ നിന്നോ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് കുറച്ച് ഇൽമു കിട്ടുമ്പോഴേക്ക് നാം കിബറന്മാരായി പോവുകയാണ്. എല്ലാവരും നിസ്സാരമായി കാണുകയാണ്. അങ്ങനെ ആയി പോകരുത്. അതാണ് ഇൽമിൻ്റെ ആദ്യഘട്ടം എന്ന് മഹാന്മാരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ കുറച്ച് ഇൽമൊക്കെ കൂടുതൽ പഠിക്കുമ്പോഴേക്ക് പിന്നെ അവൻ്റെ സ്വഭാവം അവൻ താഴ്മയുള്ളവൻ, വിനയമുള്ളവൻ അവനായിത്തീരുകയാണ്. അവൻ തോന്നിപ്പോകും, ഞാനൊന്നുമല്ല, അതേ എന്നെക്കാൾ ഇൽമുള്ളവർ ധാരാളമുണ്ട് എന്നുള്ള ആ ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വരും എന്ന് മഹാന്മാർ പറയുന്നു. അങ്ങനെ വീണ്ടും പിന്നെയും അവൻ ഇൽമിങ്ങനെ പഠിക്കുമ്പോൾ അവൻ മൂന്നാമത്തെ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്, മൂന്നാമത്തെ ഒരു ദർജയിലേക്ക് അവൻ കടക്കുകയാണ്. അപ്പോൾ അവൻ്റെ സ്വഭാവം, അവൻ്റെ മനസ്സിന്റെ ചിന്ത ഏതുപോലെ എന്ന് പറഞ്ഞ് അപ്പോൾ അവൻ ചിന്തിക്കുന്നത് അന്നഹു ലാ യഅലം, എനിക്കൊന്നും അറിയില്ല എന്നൊരു സ്റ്റേജിലേക്ക് അവൻ എത്തുക. വളരെ ചിന്തനീയമായ ഒരു വാക്കാണ്. നല്ല ഇൽമു കൂടുമ്പോൾ അവന്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്തയാണ്, എനിക്കൊന്നും ഇല്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഇൽമിന്റെ ഒരു അംശം പോലും എന്നിലില്ല എന്നൊരു ചിന്ത അവനിലേക്ക് വരികയാണ്. അതാണ് ഇൽമിന്റെ മൂന്നാമത്തൊരു ഘട്ടമെന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഒന്നാമത്തത് കിബരനായി പോകും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അവൻ നല്ല തവാദു, വിനയമുള്ളവനായി പോകും. മൂന്നാമത്തത് വീണ്ടും ഇങ്ങനെ പഠിക്കുമ്പോൾ അവൻ തോന്നിപ്പോകും, ഞാനൊരു ഇൽമും ഇല്ലാത്തവനല്ലേ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വന്നുപോകുമെന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോഴാണ് നാം ചിന്തിക്കേണ്ടത്, നാമും ചിലതൊക്കെ ചെറിയ നിലക്കൊക്കെ ഇൽമു പഠിക്കുന്നവരാണ്. പക്ഷേ ഒരിക്കലും പോലും നാം കിബരനായി പോകരുത്. അതായിപ്പോയാൽ അപ്പം തന്നെ മനസ്സിലാക്കാം, ഞാൻ എവിടെയും എത്തിയിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് അതിൻ്റെ സ്വഭാവം. അല്ലാതെ കുറച്ചൊക്കെ വിവരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ രണ്ടാൾക്കാരെ മുമ്പിൽ എന്തെങ്കിലും ചില മസാലകളെ കുറിച്ച് പറയാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ആൾക്കാർ ഇങ്ങോട്ട് നമ്മെ ബഹുമാനിക്കുമ്പോൾ ഞാൻ വലിയ വിവരമുള്ളവനെന്നൊരിക്കലും നാം തോന്നിപ്പോകരുത്. തോന്നിയാൽ അതത്രേ മനസ്സിലാക്കിയാൽ മതി, ഞാൻ എവിടെയും എത്തിയിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതേ, ഞാൻ എവിടെങ്കിലും കുറച്ച് അങ്ങോട്ട് എത്തണമെങ്കിൽ, എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ അടയാളമാണ് നല്ല വിനയമുള്ളവനാവുക. അപ്പൊ വിനയമുള്ളവനാകുന്നതുവരെ അവനൊരു വലിയൊരു ആലിവെന്നും വലിയ വിവരമുള്ളവനെന്നും ഒരിക്കലും അവനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഇൽമുള്ളവനാണോ അവൻ വിനയമുണ്ടാകും, ഇൽമില്ലാത്തവനാണ് വലിയ കിബരനാവുക എന്നൊരു വലിയൊരു പാഠമാണ് ഇതിലൂടെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിനയമുള്ളവരാ കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.